ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫോട്ടോ കെമിസ്ട്രി എന്ന മൊഡ്യൂളാണ്. സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ഏറ്റവും എലമെന്ററി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഫോട്ടോ കെമിസ്ട്രിയിലെ ബിയർ ലാംബേർട്സ് ലോ ആണ്. ഓക്കെ, ബിയർ ലാംബേർട്സ് ലോ ഇവൻ നമ്മൾ BSc ടൈമിലും ഒക്കെ പഠിക്കുന്നതാണ് ബിയർ ലാംബേർട്സ് ലോ. സോ എന്താണ് ശരിക്കും ബിയർ ലാംബേർട്സ് ലോ ഉദ്ദേശിക്കുന്നത്? സോ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ എംപിരിക്കൽ ഇക്വേഷൻ. എന്താണ് എംപിരിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് ആൻ എംപിരിക്കൽ ഇക്വേഷൻ. സോ നമുക്ക് പേര് പറയുന്നത് പോലെ തന്നെ എംപിരിക്കൽ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എക്സ്പെരിമെന്റലി കണ്ടെത്തിയതല്ല, മറിച്ച് ഒബ്സർവേഷനുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെറ്റില്ല എന്നുള്ള കുറെ അസംഷൻസിന്റെ പുറത്താണ് ശരിക്കും ഒരു എംപിരിക്കൽ ഇക്വേഷൻ രൂപപ്പെടുന്നത്. സോ അതിന്റെ ബേസിസിൽ നമ്മൾ പറയുന്ന ബിയർ ലാംബേർട്സ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്ച്വലി വരുന്നത് IT ഈക്വൽ ടു I0 ഇൻറ്റു 10⁻⁻⁴ CL എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ടേംസ് നോക്കാനുണ്ട്. സോ ദ ഫസ്റ്റ് ടേം ഈസ് IT. IT എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. സിമിലർലി I0 എന്നുള്ളത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ്. ഓക്കെ, അഥവാ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് I0. ആൻഡ് എപ്സിലോൺ എന്നുള്ളത് പുതിയൊരു ടേം ആണ്, വിളിക്കുന്ന പേര് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് എന്നാണ്. മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്. സോ ഈ ടേം മേ ബി നിങ്ങൾ കുറച്ച് കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടുള്ളതായിരിക്കാം, മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്. ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ ദ കോൺസെൻട്രേഷൻ. ഓക്കെ, C എന്ന ടേം യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് L നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ലെങ്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസിഡർ ദാറ്റ് യു ഹാവ് എ സൊല്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്, ആ ബീക്കറിനുള്ളിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷനിലൂടെ ഒരു ലൈറ്റിനെ കടത്തിവിടുകയാണ്. സോ കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് I0, മീൻസ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് ഇന്റൻസിറ്റി. ഇനി ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് ദ മോളിക്യൂൾസ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനുള്ളിൽ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്. സോ ആ സൊല്യൂഷനുമായിട്ട് എന്റെ ലൈറ്റ് ഇന്ററാക്ട് ചെയ്തിട്ട് അത് ഇങ്ങോട്ടേക്ക് വരും, പുറത്തേക്ക് ലൈറ്റ് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്റൻസിറ്റിയാണ് ഞാൻ IT എന്ന ലെറ്റർ വെച്ച് കണക്ട് ചെയ്യുന്നത്. So basically the Beer-Lambert's law connects the intensity of the transmitted light with that of the incident light. രണ്ട് തമ്മിലുള്ള കണക്ഷൻ ആണ് ആക്ച്വലി Beer-Lambert's law നമുക്ക് തരുന്നത്. സോ ആ എംപിരിക്കൽ എക്സ്പ്രഷൻ പ്രകാരം IT is equal to I0 into 10⁻⁻⁴ CL എന്നൊരു ഫോർമാറ്റ് നമ്മൾ കണ്ടു. ബട്ട് കുറെ കൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇതിന്റെ ലോഗരിതമിക് ഫോർമാറ്റ് ആണ്. സോ നമുക്ക് അതിന്റെ ലോഗരിതമിക് ഫോർമാറ്റ് നോക്കാം. സോ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഈസ് log IT. അല്ലേ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. log IT, ലോഗരിതം ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇസ് ഈക്വൽ ടു RHS ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരിക? അത് log I0 പ്ലസ് മൈനസ് എപ്സിലോൺ CL അല്ലേ. സോ മൈനസ് എപ്സിലോൺ CL ഈ ഒരു എക്സ്പ്രഷനിലേക്കായിരിക്കും പോകുന്നുണ്ടാവും. ആൻഡ് ടേക്കിംഗ് ദിസ് log I0 ടു ദ ലെഫ്റ്റ് സൈഡ്, LHSലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ I could get that log IT minus log I0 which is equal to log IT by I0, that is equal to minus epsilon CL. ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് പോകും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ LHSൽ കാണുന്ന ഈ log IT by I0, IT by I0 എന്ന റേഷ്യോയുടെ ലോഗരിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് A, അബ്സോർബൻസ് എന്നുള്ളത്. ആൻഡ് സോ ദിസ് ലീഡ്സ് ടു ദ എക്സ്പ്രഷൻ ദാറ്റ് A is equal to minus ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. log IT by I0 അല്ല, log I0 by IT. ഓക്കെ, log I0 by IT is equal to epsilon CL എന്നുള്ള എക്സ്പ്രഷനിൽ log I0 by IT നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർബൻസ് എന്നുള്ളത്. ഓക്കെ അല്ലേ, log I0 by IT വിളിക്കുന്ന പേരാണ് അബ്സോർബൻസ്, which means that A is equal to epsilon CL. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, നെറ്റ് ഗേറ്റ് എക്സാമുകളിലൊക്കെ ചോദിക്കുന്നതാണ്. സോ A is equal to epsilon CL എന്നുള്ള അബ്സോർബൻസിന്റെ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ആക്ച്വലി അബ്സോർബൻസ് എന്ന ടേമിനെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടല്ല, ഇതിനോടൊപ്പം തന്നെ ട്രാൻസ്മിറ്റൻസ് എന്ന ടേമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ട്രാൻസ്മിറ്റന്റെ എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിംപ്ലി ദ റേഷ്യോ ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വിത്ത് ദാറ്റ് ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. സിമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT by I0 എന്നുള്ളതാണ് നിങ്ങളുടെ ട്രാൻസ്മിറ്റൻസ് എന്നുള്ളത്. സോ വിച്ച് ലീഡ്സ് us to a relationship between absorbance and transmittance. അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസ് തമ്മിലുള്ള ഒരു റിലേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. സോ we can see that log I0 by IT എന്നുള്ളത് ആരാണ് ശരിക്കും? അത് എപ്സിലോൺ CL ആണ് അല്ലേ. വിച്ച് മീൻസ് ദാറ്റ് log IT by I0 നമ്മൾ മുന്നേ എഴുതിയതുപോലെ അത് ശരിക്കും നെഗറ്റീവ് ഓഫ് എപ്സിലോൺ CL ആണ്. ആൻഡ് IT by I0 T ആണല്ലോ. സോ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ log T is equal to minus A എന്നാണ്. ഓക്കെ, ആൻഡ് സോ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും കണക്ട് ആകുന്ന ഈ എക്സ്പ്രഷനിലൂടെയാണ് A is equal to minus log T എന്നുള്ളത്. So through this expression, your absorbance is getting connected with that of transmittance. So ശ്രദ്ധിക്കേണ്ട കാര്യം,
ട്രാൻസ്മിറ്റൻസ് സിംപ്ലി റേഷ്യോ ആണ്, IT/I0 എന്ന റേഷ്യോ ആണ് ട്രാൻസ്മിറ്റൻസ്. ബട്ട് അബ്സോർബൻസ് എന്നുള്ളത് I0/IT എന്ന റേഷ്യോയുടെ ലോഗരിതമാണ്. സോ ആ ഒരു എക്സ്പ്രഷൻസ്, ആ രണ്ട് എക്സ്പ്രഷൻസ് ത്രൂ നമുക്ക് നമ്മളുടെ അബ്സോർബൻസിനെ അതുപോലെ തന്നെ ട്രാൻസ്മിറ്റൻസിനെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മുടെ എന്താണ് ബിയർ-ലാംബർട്ട്സ് ലോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായിട്ട് വരും. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഭാഗം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. സോ ഡെറിവേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എംപിരിക്കൽ എക്സ്പ്രഷൻ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഫൈൻ. സോ മൂവിങ് ഫർദർ, നമുക്ക് അടുത്തതായിട്ട് ഫോട്ടോ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ജെബ്ലോൺസ്കി ഡയഗ്രമാണ്. സോ മേ ബി നിങ്ങൾ ഓർഗാനിക് ഫോട്ടോ കെമിസ്ട്രി പഠിക്കുമ്പോൾ ജെബ്ലോൺസ്കി ഡയഗ്രത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ അതിന്റെ ചില ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമാണ് നോക്കുന്നത്. സോ ഇനീഷ്യൽ ക്ലാസ് നിലയ്ക്ക് നമുക്ക് എന്താണ് ജെബ്ലോൺസ്കി ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ നിങ്ങൾ ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഈ കാണുന്നതെല്ലാം ഇലക്ട്രോണിക് സ്റ്റേറ്റുകളാണ്. നിങ്ങൾ കാണുന്ന S0 ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. S1, S2, S3 ഇതെല്ലാം ഇലക്ട്രോണിക് സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചിട്ടുള്ള സമയത്ത് നമുക്കറിയാം, ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ നമുക്ക് പലതരം ലെവൽസ് ഉണ്ട് അല്ലെ? ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ, ഇലക്ട്രോണിക്, അങ്ങനെ പല ലെവലുകളുണ്ട്. അപ്പോൾ അതിലെ ഇലക്ട്രോണിക് ലെവലുകളാണ് ഏറ്റവും ഗ്യാപ്പ് കൂടിയ എനർജീസ് അല്ലെ? ആൻഡ് ബിറ്റ്വീൻ ടു ഇലക്ട്രോണിക് ലെവൽസ് വി ഹാവ് ലോട്ട് ഓഫ് വൈബ്രേഷൻ സ്റ്റേറ്റ്സ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ കാണുന്ന ഓരോ ലൈനുകളും കാണിക്കുന്ന വൈബ്രേഷൻ ലെവലുകളെയാണ്. സോ ഇതെല്ലാം ഇതിനിടയിൽ കാണുന്ന ലൈൻസ് എല്ലാം തന്നെ എന്താണ്? വൈബ്രേഷൻ ലെവൽസ് ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സിന്റെ പേര് പറയുമ്പോൾ അവിടെ S അതുപോലെ തന്നെ T തുടങ്ങിയ ലെറ്റേഴ്സ് കാണാം. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, S സ്റ്റാൻഡ്സ് ഫോർ സിംഗ്ലറ്റ് ആൻഡ് T സ്റ്റാൻഡ്സ് ഫോർ ട്രിപ്ലറ്റ്. അപ്പോൾ ഇവിടെ കാണുന്ന S0 എന്നുള്ളത് ഗ്രൗണ്ട് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. S1, S2, S3 തുടങ്ങിയവയൊക്കെ എക്സൈറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റേറ്റുകളാണ്. സിമിലർലി T1, T2 തുടങ്ങിയതൊക്കെ നിങ്ങളുടെ ട്രിപ്ലറ്റ് സ്റ്റേറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഒരു ലൈറ്റ് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഗ്രൗണ്ട്സിലിരിക്കുന്ന മോളിക്യൂൾ എന്ത് സംഭവിക്കും? ഗ്രൗണ്ട്സിലിരിക്കുന്ന ഒരു മോളിക്യൂള് നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇയാൾ ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് നിങ്ങളുടെ പിക്ചറിൽ കാണുന്നത്, ഒരു ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിംപ്ലി അബ്സോർപ്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അബ്സോർപ്ഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A കൊണ്ടാണ്. സോ A സ്റ്റാൻഡ്സ് ഫോർ അബ്സോർപ്ഷൻ. സോ നിങ്ങളുടെ ഗ്രൗണ്ട് സിംഗിൾ സ്റ്റേറ്റിലേക്കുന്ന മോളിക്യൂൾ എങ്ങോട്ടേക്ക് പോവാണ്? ഒരു എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ് ആണ് ആക്ച്വലി അബ്സോർപ്ഷൻ എന്നുള്ളത്. ആൻഡ് യൂഷ്വലി അതിന്റെ ടൈം സ്കെയിൽ വരുന്ന ഫെംറ്റോ സെക്കൻഡ്സ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, വളരെ റാപ്പിഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് അബ്സോർപ്ഷൻ എന്നുള്ളത്. ആൻഡ് അങ്ങനെ ഒരു എക്സൈറ്റഡ് സിംഗിൾ സ്റ്റേറ്റ് ഘട്ടത്തിലുള്ള മോളിക്യൂളിന് ഇനി നിങ്ങൾ ഈ കാണുന്ന പോലെ വേവി ലൈൻസ് നിങ്ങൾ കാണേണ്ടി കഴിയും. ഓക്കെ, വേവി ലൈനുകളിലൂടെ എങ്ങോട്ടേക്ക് വരാൻ കഴിയും എന്നറിയോ? അതിന് S1 എന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു S1 സ്റ്റേറ്റിലേക്ക് വരാണ്ട് കഴിയും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇന്റേണൽ കൺവേർഷൻ. ഓക്കെ, ഇന്റേണൽ കൺവേർഷൻ. സോ ഒരു എക്സൈറ്റഡ് സിംഗുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സിംഗുലർ സ്റ്റേറ്റിലേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ കൺവേർഷൻ എന്നുള്ളത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിംപ്ലി IC എന്നുള്ളതായിരിക്കും. ആൻഡ് അതിന്റെ ടൈം സ്കെയിൽ ആക്ച്വലി ഫെംറ്റോ സെക്കൻഡ്സ് ഓർ പൈക്കോ സെക്കൻഡ്സ് റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവും. ഓൾറൈറ്റ്. ആൻഡ് ഇനി നോക്കുക, ഇതുപോലെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു S1 സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ള മോളിക്യൂളിന് ഫർദർ എന്ത് ചെയ്യുന്നറിയോ? ഇതിന് സിംഗ്ലറ്റിൽ നിന്ന് ട്രിപ്ലറ്റിലേക്ക് മാറാനായിട്ട് കഴിയും. ഓക്കെ, ഈ ട്രാൻസിഷൻസും അലൗഡ് ആണ്. സോ ഇവിടെ ഒരു സിംഗ്ലറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ട്രിപ്ലറ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്നാണ്. രണ്ട് സിസ്റ്റങ്ങൾക്കിടയിൽ ക്രോസ് ചെയ്യപ്പെടുന്നു. സോ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്നാണ് അതിന്റെ പേര് വിളിക്കുന്നത്. ആൻഡ് അത്തരത്തിൽ അതിന് ട്രിപ്ലറ്റ്സിൽ എത്താനും കഴിയും. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ നോക്കേണ്ടുന്ന അടുത്തൊരു കാര്യം ഇതാണ്. ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു വൈബ്രേഷണൽ ലെവലിലായിരിക്കും എന്റെ മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ ഈ വൈബ്രേഷൻ ലെവലിൽ നിന്ന്, അതൊരു എക്സൈറ്റഡ് വൈബ്രേഷൻ ലെവലായിരിക്കും. ആ എക്സൈറ്റഡ് വൈബ്രേഷൻ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ മോളിക്യൂൾ റിലാക്സ് ചെയ്ത് ഒരു വൈബ്രേഷണലി ലോ ലെവലിലേക്ക് എത്തും. സോ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷണൽ റിലാക്സേഷൻ. നമ്മൾ സിംപ്ലി VR എന്ന് കാണിക്കും. അപ്പോൾ വൈബ്രേഷണൽ റിലാക്സേഷൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ പറയാം. ഇനി അതല്ല, എന്റെ അബ്സോർബ് ചെയ്ത് പോയിട്ടുള്ള മോളിക്യൂൾ അബ്സോർപ്ഷന് ശേഷവും റിലാക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വൈബ്രേഷണൽ റിലാക്സേഷൻ ആണ് പേര് വിളിക്കുന്നുണ്ടാവുക. സോ ദ തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ് ഈസ്, ഇവിടെ ഞാനിപ്പോൾ അബ്സോർപ്ഷനെ പറ്റി പറഞ്ഞു, ബട്ട് അബ്സോർപ്ഷനെ കാണിച്ചുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അല്ലെ? അതേസമയം ഇന്റേണൽ കൺവേർഷൻ ആയിക്കോട്ടെ, ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ആയിക്കോട്ടെ, ഇനി അതല്ല വൈബ്രേഷണൽ റിലാക്സേഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനെയും വേവി ലൈറ്റ് കൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വേവി ലൈറ്റ്സ് കൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻസ് കാണിക്കുന്നത് റേഡിയേറ്റീവ് ട്രാൻസിഷൻസിനെയാണ്. ഓക്കെ, റേഡിയേറ്റീവ് ട്രാൻസിഷൻ.
എന്ന് വെച്ചാൽ ഈ ട്രാൻസിഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ആരുണ്ട്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്. സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അസോസിയേറ്റഡ് ആകുന്ന റേഡിയേഷൻസ് ആണ് നമ്മൾ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് അഥവാ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് കാണിക്കുന്നത്. സോ അബ്സോർപ്ഷൻ ഒബ്വിയസ്ലി ഒരു ലൈറ്റ് ഇൻവോൾവ് ആണ്. ആൻഡ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഫ്ലൂറസെൻസും ഫോസ്ഫോറസും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഫ്ലൂറസെൻസ് ഉള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് കണക്ട് ആയിട്ടുള്ളതാണ്. അതുപോലെ ഫോസ്ഫറസെൻസും അത്തരത്തിലാണ്. സോ അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് ലെറ്ററിൽ കാണിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കുന്നത്. അതേസമയം നിങ്ങളുടെ ഇന്റേണൽ കൺവേർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈബ്രേഷൻ റിലാക്സേഷൻ ആയിക്കോട്ടെ, ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ആയിക്കോട്ടെ, ഈ ട്രാൻസിഷൻസ് ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ല, മറിച്ച് ഒരു ഹീറ്റ് എവല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, സോ ആ ഹീറ്റിനെ ആയിരിക്കണം ഒരുപക്ഷെ ഈ വേവ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തില് നിങ്ങൾ എവിടെയെങ്കിലും ഒരു വേവി ലൈൻ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് കാണിക്കുക നിങ്ങളുടെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസിനെയാണ്. ഓക്കെ, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വിച്ച് മീൻസ് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻവോൾവ് അല്ല. ഓക്കെ, ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണപ്പെടുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാമ്പിൾസും അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സുകളും എക്സ്പ്ലെയിൻ ചെയ്തു എക്സെപ്റ്റ് ദീസ് ടു. ഓക്കെ, സോ ഈ രണ്ടാൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് അറിയാവുന്ന പോലെ ഫ്ലൂറസെൻസ് എന്നുള്ളത് ഒരു എക്സൈറ്റഡ് സിംഗുലർ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ട് സിംഗുലർ സ്റ്റേറ്റിലേക്ക് വരുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫ്ലൂറസെൻസ് പേര് വിളിക്കുന്നത്. ആൻഡ് അതിന്റെ ടൈം സ്കെയിൽ നാനോ സെക്കൻഡ്സ് റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, സോ ഒരു എക്സൈറ്റഡ് സിംഗുലർ സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നു? ഗ്രൗണ്ട് സിംഗുലർ സ്റ്റേറ്റിലേക്ക് വരുന്ന പ്രോസസ്സാണ് നിങ്ങളുടെ ഫ്ലൂറസെൻസ് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന അടുത്തൊരു കാര്യം, സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് ആണ് അല്ലെ ഈ ട്രാൻസിഷൻ, സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് ആണ്. സോ ഇത് വളരെ പെട്ടെന്ന് നടക്കും, വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അതേസമയം സിംഗ്ലറ്റിൽ നിൽക്കുന്ന മോളിക്യൂൾ, ഓക്കെ, സിംഗ്ലറ്റിൽ നിൽക്കുന്ന ആള് ഇന്റർ സിസ്റ്റം ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്റർ സിസ്റ്റം ക്രോസിംഗ് വഴിയാണ് എങ്ങോട്ടേക്ക് എത്തുക? ട്രിപ്ലറ്റിലേക്ക് എത്തുക. അപ്പൊ നമുക്കറിയാം സിംഗ്ലറ്റ് ടു ട്രിപ്ലറ്റ് ആക്ച്വലി ഈ ട്രാൻസിഷൻ ഫോർവേഡൺ ആണ്. ബട്ട് സ്റ്റിൽ അത് അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷമാണ് ഇയാൾ എന്തൊക്കെ വരുന്നത്? താഴേക്ക് ഒരു റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നത്. സോ നിങ്ങളുടെ ഒരു എക്സൈറ്റഡ് ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ട് സിംഗുലർ സ്റ്റേറ്റിലേക്ക് നടക്കുന്ന റേഡിയേറ്റീവ് ട്രാൻസിഷനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫറസെൻസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ഈ ട്രാൻസിഷൻ ആക്ച്വലി അലൗഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ടൈം സ്കെയിൽ മില്ലി സെക്കൻഡ്സിലേക്ക് പോകുന്നത്. ഓക്കെ, മില്ലി സെക്കൻഡ്സിലാണ് നടക്കുക, വിച്ച് മീൻസ് 10⁻³ സെക്കൻഡ്. അപ്പൊ ഡിഫറൻസ് നോക്കുക, ഫ്ലൂറസെൻസ് ടൈം സ്കെയിൽ നാനോ സെക്കൻഡ്സിലാണ്, 10⁻⁹ സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ 10⁻⁶ ടൈംസ് സ്ലോവർ ആണ് ഫോസ്ഫറസെൻസ്. അതിന്റെ ടൈം സ്കെയിൽ മില്ലി സെക്കൻഡ്സിലാണ് വരുന്നത്. സോ ദാറ്റ്സ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോസ്ഫറസെൻസ് ആൻഡ് ഫ്ലൂറസെൻസ്. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, എങ്ങനെയാണ് ഈ പറഞ്ഞ പോലത്തെ ഒരു ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ഫീസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അലൗഡ് അല്ലാത്തൊരു ട്രാൻസിഷൻ പോസിബിൾ ആകുന്നത് എന്ന് നമുക്ക് ഡൗട്ട് ആയിട്ട് തോന്നാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ സിംഗ്ലറ്റ് ടു ട്രിപ്ലറ്റ്, സിംഗ്ലറ്റ് ടു ട്രിപ്ലറ്റ് ഓർ ട്രിപ്ലറ്റ് ടു സിംഗ്ലറ്റ് ആയിട്ടുള്ള അലൗഡ് അല്ലാത്ത ട്രാൻസിഷൻസ് നടക്കുന്നത് ശരിക്കും വൈബ്രോണിക് കപ്ലിംഗ് എന്ന ടേം വഴിയാണ്. വൈബ്രോണിക് കപ്ലിംഗ്. സോ വൈബ്രോണിക് കപ്ലിംഗ് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് സംശയമൊക്കെ ജസ്റ്റ് അത് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ നോക്കാം, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക്. സോ വൈബ്രോണിക് കപ്ലിംഗ് എന്നുള്ളത് സിംപ്ലി ആൻഡ് മീൻ ചെയ്യുന്ന ടേം നിങ്ങളുടെ വൈബ്രേഷൻ ലെവലുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലെവലുകളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കപ്ലിംഗ് വഴി നമ്മൾ പറയും സെലക്ഷൻ റൂൾസ് റിലാക്സ്ഡ് ആകുന്നു എന്ന് പറയും. ഓക്കെ, സെലക്ഷൻ റൂൾസ് റിലാക്സ്ഡ് ആകും. സോ അത്തരത്തിൽ നിങ്ങളുടെ സെലക്ഷൻ റൂൾസ് റിലാക്സ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗ്ലറ്റ് ട്രിപ്ലറ്റും അതുപോലെ തന്നെ ട്രിപ്ലറ്റും സിംഗ്ലറ്റും ഒക്കെ പോസിബിൾ ആയിട്ട് വരികയും ചെയ്യും. സോ അത്തരത്തിലാണ് ആ ട്രാൻസിഷൻസ് പോസിബിൾ ആകുന്നത്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഫോസ്ഫറസെൻസും ഫ്ലൂറസെൻസും കാണാൻ കഴിയുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സോ നിങ്ങളുടെ മോളിക്യൂൾ ലൈറ്റ് അബ്സോർബ് ചെയ്തതിനു ശേഷം അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് തരത്തിലുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അതിന് എന്തൊക്കെ സംഭവിക്കാം? ഈ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് നോക്കാം. ഈ കാണുന്ന പോലെ തന്നെ ഇന്റേണൽ കൺവേർഷൻ പറ്റും, അല്ലെങ്കിൽ വൈബ്രേഷൻ റിലാക്സേഷൻ നടക്കാം, അല്ലെങ്കിൽ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് പോസിബിൾ ആണ്. അതുമല്ലെങ്കിൽ ഫ്ലൂറസെൻസോ ഫോസ്ഫറസെൻസോ എല്ലാം പോസിബിൾ ആണ്. സോ ഇത്രയും പ്രോസസ്സുകളാണ് നമ്മൾ ബേസിക്കലി ഒരു ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ കാണിക്കുക. ആൻഡ് ആക്ച്വലി അത് കൂടാതെ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് പോലെ തന്നെ എന്ത് സംഭവിക്കാം? റിവേഴ്സ് ഇന്റർ സിസ്റ്റം ക്രോസിംഗ് നടക്കാം. എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റിലേക്ക് പോകുന്ന ആ പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സ് ഇന്റർ സിസ്റ്റം ക്രോസിംഗ് പേരും വിളിച്ച് ചില ബുക്കുകളിൽ കാണാറുണ്ട്. ബട്ട് യൂഷ്വലി ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. സോ ഈ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടത് ബിയർ-ലാംബേർട്ട്സ് ലോയുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ജബ്ലോൺസ്കി ഡയഗ്രത്തിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ ആയിരുന്നു. പിന്നെ വരുന്ന ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത് ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ ട്രാൻസിഷൻസോട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നമുക്ക് റേറ്റുകൾ എഴുതുക തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരും. ഓക്കെ, താങ്ക് യു.